പച്ചമാങ്ങ നമ്മൾ പല വിധത്തിൽ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഈ ഒരു രീതിയിൽ അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു വെറൈറ്റി മാങ്ങയാണേ. ഇപ്രാവശ്യം കേരളത്തിൽ ഒരുവിധം മാവ് മുഴുവൻ പൂത്തിട്ടുണ്ട് അല്ലേ? കുറേയൊക്കെ മാങ്ങയും ആയി തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി മാങ്ങേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കൂട്ടുണ്ടാക്കണേ. ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇടുക, ഈന്തപ്പഴം. എപ്പോഴും പറയുന്ന പോലെ ആദ്യം കുറച്ച് മാത്രം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം അധികം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. ഡേറ്റ്സിൻ്റെ കുരു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ നല്ല ഉപ്പുള്ള ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. ഞാൻ ഈ സ്പൂണിന് തന്നെ ഒരു സ്പൂണാണ് എടുത്തത്. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അതിലേക്ക് മറഞ്ഞുപോയി. അപ്പോൾ കറക്റ്റ് ഒരു സ്പൂൺ ആവാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ലേശം ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്പൂണ് വിനാഗിരി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഈ ഒരു സ്പൂണിന് ഏകദേശം കണക്കാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ എല്ലാം മിക്സ് ആയിക്കോളുവേ. ഫസ്റ്റ് കാണിച്ച മാങ്ങേൻ്റെ കളറ് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചിട്ടുണ്ടാവില്ലേ, അമ്പോ എന്തൊരു എരിവായിരിക്കും എന്ന്. ആ ഡേറ്റ്സിൻ്റെ ഒക്കെ കളറായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യത്തേത് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. വേണം എന്നുള്ളവർക്ക് ഇതേ രീതിയിൽ കഴിച്ചു നോക്കാം കേട്ടോ. ഈ ഒരു കൂട്ടിന് തന്നെ ഒരു നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഡേറ്റ്സ് അരച്ച ഇതിന് തന്നെ നല്ല സ്വാദാണ്. അതിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം വാങ്ങിയിട്ടിട്ട് കഴിച്ചു നോക്കാം. ഇത് പക്ഷേ കുറച്ച് ഉരുണ്ട് അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ തോണ്ടിയാലൊന്നും കിട്ടൂല. എൻ്റെ അടുത്ത് നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. ഒരു കുഞ്ഞു കഷ്ണം ഞാൻ ആദ്യം കഴിച്ചു നോക്കാം. ഇപ്പം ഈ കാണിക്കുന്നത് ഒരു രീതിയാട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിത് ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോട്ടോ. ഇത് ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയൊന്നുമല്ലേ. ഇന്ന് മാങ്ങ പൊട്ടി വീണിട്ട് കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി പോയി കളക്ട് ചെയ്തപ്പോൾ അതിലുള്ള ഒരാൾ, റഹീം എന്ന് പറഞ്ഞ ഇക്ക പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ ക്രെഡിറ്റും റഹീമിക്കും അവരെ മോക്കും ഉള്ളതാണ്. ഇതാ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇനി അങ്ങനെയല്ല, കുറച്ച് വെള്ളത്തോടെയൊക്കെ പെരണ്ട് കഴിക്കാനാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളെ ഉപ്പ് കുറച്ച് കുറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് ഉപ്പ്. അപ്പോൾ എൻ്റെ ഇതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നേ. അതൊക്കെ തട്ടിയിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് വരാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് വരിക. തുറക്കട്ടെ. നമ്മളെ മുളക് പൊടീൻ്റെ കളറല്ല കേട്ടോ, ഇതിന് അധികം എരിവൊന്നുമില്ല. ആ ഡേറ്റ്സും കൂടി അരഞ്ഞപ്പോൾ ഉള്ള കളറാണ് ഇത്. ഇനി നമ്മൾ ആ മാങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അത് ഈ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക. അരയ്ക്കാനൊന്നും പാടില്ലേ, ഒന്ന് കറക്കിയെടുത്താൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇത് ഒന്നുകിൽ പ്ലേറ്റിലേക്ക് ഇടുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ തോണ്ടി അങ്ങോട്ട് കഴിക്കുക. കുറച്ചധികം ആളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിന് സ്വാദും ഡിമാൻഡും കൂടും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി എന്താല്ലേ മാങ്ങേൻ്റെയൊക്കെ ഒരു ഭംഗി. ഫോണൊക്കെ കുഴപ്പമായി തോന്നും കേട്ടോ, ഫോക്കസ് ഒന്നും അങ്ങോട്ട് വരുന്നില്ലേ. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇനി. അപ്പോൾ നിങ്ങൾ ഒരു മാങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടാവും. എന്നിട്ട് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇത് ചോറിന് കൂട്ടാനും സ്വാദുണ്ടാവും കേട്ടോ. വെറുതെ കഴിക്കാനും സ്വാദുണ്ട്, ചോറിനൊക്കെ കൂട്ടുമ്പോഴും സ്വാദുണ്ടാവുമേ. എടുത്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഞാൻ എടുത്തു വെക്കാൻ ഉണ്ടായിരുന്നില്ല, അത് മുഴുവൻ കഴിച്ച് തീർത്തു പോയേ. അച്ചാറ് പോലെ എടുത്തു വെച്ചാൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ.